ഇരുമ്പിളിയം പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിൽ പൊതുസ്ഥലത്ത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനൊരുങ്ങി പഞ്ചായത്ത് ഭരണസമിതി. ഭരണസമിതി യോഗ തീരുമാനപ്രകാരം ഇതിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ മേച്ചേരിപ്പറമ്പ്, മങ്കേരി, വട്ടപ്പറമ്പ് പ്രദേശങ്ങളിലും മറ്റു ഇടങ്ങളിലും മാലിന്യങ്ങൾ കൊണ്ടുവന്ന് കത്തിക്കുന്നത് വർദ്ധിച്ചിരിക്കുകയാണ്. കക്കൂസ് മാലിന്യങ്ങളും മറ്റു മാരക ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്ന വിവിധ തരം വിഷവസ്തുക്കൾ ഉൾപ്പെടെ പൊതു ഇടങ്ങളിൽ ഒഴുക്കിവിടുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ളവർ, പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ, ഹരിതകർമ്മസേന, ആശ, കുടുംബശ്രീ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, പ്രദേശവാസികൾ എന്നിവർ ജനകീയ കൂട്ടായ്മയിൽ പങ്കെടുത്തു. എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേലെ തിരിച്ചു കേസ് വരുന്ന ഒരവസ്ഥ ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനും പാകില്ല. അതല്ല പോലീസ് പറയാണ് നിങ്ങൾ ചെയ്തോളി, ഞങ്ങളതിന് വേണ്ടത് നടപടി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ദുരിതം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഈ യോഗം കൂടിയിട്ടുള്ളത്. ഈ വിപത്തിനെതിരെ ശക്തമായ നടപടി ആവശ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ ടി അബ്ദുൾ റഹ്മാൻ ഹാജി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അധ്യക്ഷ റജുല നൌഷാദ് അധ്യക്ഷയായി. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാവുമെന്ന് മലപ്പുറം ഇന്റേണൽ വിജിലൻസ് ഓഫീസർ വി കെ ഖാലിദ് വ്യക്തമാക്കി. പോലീസ് നിരീക്ഷണം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർഡ് അംഗങ്ങളായ ടി അബ്ദുറഹ്മാൻ ഹാജി, പി ടി ഷഹനാസ്, മിസിരിയ എന്നിവരുടെ നേതൃത്വത്തിൽ 25-അംഗ ജാഗ്രതാ സമിതിയും രൂപീകരിച്ചു. പഞ്ചായത്ത് ഭരണസമിതി ഭാരവാഹികളായ കെ ടി മൊയ്തു, വി ടി അമീർ, റിയ ഗോപി, സുഫൈറ നാസർ, ഷമീല നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. പി സി എ നൂർ, സലാം ചെമ്മുക്കൻ, വിനു പുല്ലാനൂർ, കെ ബാലചന്ദ്രൻ, ഫാറൂഖ് തുടിമൽ, ടി കെ സുബൈർ, ജംഷീർ, പഞ്ചായത്ത് സെക്രട്ടറി രാധമ്മ, അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിമോൻ എന്നിവർ ചർച്ചയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.